ഞാൻ ഈ 3-4 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാറ് കറക്റ്റ് എനിക്ക് അത് കറക്റ്റ് ഞാൻ സിറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ഇതേപോലത്തെ സിറ്റുവേഷൻ വന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ ഇന്നലെ ടർഫിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. ടർഫും ഇതേപോലെ സത്യം പറഞ്ഞ് 2-3 ദിവസമായിട്ട് ലിറ്ററലി KVക്ക് ഒരു ബാഡ് ലക്ക് എന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഞാനിതെല്ലാം കാണുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നിലും ഇതാക്കാനൊന്നും, ഞാൻ ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊന്നിലും ഇടപെടാനോ ഒന്നിലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ എത്തിയുള്ളൂ. ഞാനൊരു 8:30-8:45 ആയിട്ടുള്ളൂ. ഞാൻ വന്ന ഉടനെ ഞാൻ ഇന്ന് തന്നെ നേരെ സിറ്റി കയറാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് തന്നെ കയറി. ഞാൻ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടാണ് വന്നത്. സ്റ്റിൽ ഞാൻ ഇന്ന് തന്നെ നേരെ ഒന്ന് സിറ്റി കയറി നിന്ന് വന്ന് നേരെ ലൈവ് ഇടാറുള്ളത്. ഈ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ പറയാൻ തന്നെ വെച്ചിട്ടുള്ളത്. കാരണം കുറേ സബ്ബുകൾ, കുറേ ക്ലിപ്പുകൾ, കുറേ കണ്ടന്റുകൾ, കുറേ എന്തൊക്കെയോ ഇവിടെ നടക്കുന്ന കേസ്, എന്തൊക്കെയോ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന പോലെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും, ക്ലിപ്പ് കട്ട് ചെയ്യാൻ വന്നവർക്കും എല്ലാവർക്കും വെൽക്കം ഗൈസ്, വെൽക്കം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സോ മെയിനായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത് വെച്ചെങ്കിൽ ഏതായിരുന്നു മറ്റേ സെമി അല്ല മെയിന്, ഫൈനലാണ് മെയിന്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം. ട്രെൻഡിങ് ഐറ്റം എന്ന് പറയുന്നത് സെമി അല്ല മെയിന്, ട്രെൻഡിങ് ആണ് മെയിൻ എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ആ ഡയലോഗ് ആക്ച്വലി എനിക്കൊന്ന് മറ്റേ ടിവിയുടെ മറ്റേ ആ സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു കണ്ടന്റ് സംഭവം. അപ്പോൾ ആ സംഭവം പറഞ്ഞു തന്നെ ഈവൻ ഞാൻ എൻ്റെ ലൈവിൽ പോലും പറഞ്ഞു വെച്ചാൽ ഈവൻ പ്രീവാറിൽ തോറ്റിട്ട് പോലും അത് തോൽവി അക്സെപ്റ്റ് ചെയ്യാണ്ട് അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി തൂറി നടന്നിരുന്ന പ്ലെയേഴ്സിനെ ഇപ്പോഴും ചാറ്റിൽ, ഐ മീൻ വ്യൂവേഴ്സിനെ ചാറ്റിൽ കണ്ട് പ്രാന്തായിട്ടാണ് പറഞ്ഞത്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, പുതിയ വരുന്ന പ്ലെയേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പറഞ്ഞ സംഭവമാണ്. ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ സെമി അല്ല ഫൈനലാണ് ഒരു കളിയുടെ മെയിൻ, അങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട്. പക്ഷേ എനിക്ക് അതൊന്നൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഒരു സംഭവം മനസ്സിലാച്ചാൽ ഈ ഒരു സിറ്റുവേഷനോടുകൂടി അവർക്കത് സംഭവം മനസ്സിലായല്ലോ, ഞാൻ പറയണ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, നമ്മൾ KVയുടെ സൈഡിൽ നിന്ന് നമ്മൾ തോൽവി അക്സെപ്റ്റ് ചെയ്യാണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാന്നുള്ള രീതിയിൽ ഒന്നും ഞാൻ കണ്ടതായിട്ടില്ല. നമ്മുടെ KV പ്ലേയേഴ്സിനാണെങ്കിലും നമ്മൾ അത് തോറ്റു, അതായത് നമ്മുടെ ഒരു ബാഡ് ലക്ക് എന്ന രീതിയിൽ നമ്മളത് പ്രീവാറിൽ അടിച്ചു. അത് ഓക്കെ, അത് പ്രീവാർ കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ വാറാണ് ഇതിൽ മാത്രമല്ല, എന്ത് സംഭവത്തിലാണെങ്കിലും വാറാണ് മെയിൻ സാധനം. അത് ഇപ്പോഴും സ്റ്റിൽ പറയുന്നു, വാറ് തോറ്റിട്ടുണ്ടെങ്കിൽ വാ പൊത്തി മിണ്ടാണ്ടിരിക്കുക, അത്രേ പറയുള്ളൂ. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ തോറ്റു, നമ്മുടെ ഒരു ബാഡ് ലക്ക് കൊണ്ട് നമ്മൾ തോറ്റു, അല്ലെങ്കിൽ അവരുടെ ഇതുകൊണ്ടാണ് വാട്ടെവർ എന്താണെങ്കിലും നമ്മുടെ ഒരു ബാഡ് ലക്ക് കൊണ്ട് നമ്മളത് തോറ്റു, നമ്മളത് തോൽവി അക്സെപ്റ്റ് ചെയ്യുന്നു, സിമ്പിൾ, അത്രേ ഉള്ളൂ. അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാണ്ട് ചില കുണ്ടിക്കകത്തവൻ്റെ തലച്ചോറുള്ള പോലെ മറ്റേ പ്രീവാർ മാത്രം മൂഞ്ചിട്ടും ഇതേപോലെ അവിടെ വന്നിട്ട് മറ്റേ കരഞ്ഞു ഒഴുകിയിട്ടില്ല നമ്മൾ. അതായത് പ്രീവാറാണ് മെയിൻ, അയ്യോ ഞങ്ങൾ 2 മാസം 3 മാസം വരെ കരഞ്ഞു ഒഴുകിയിട്ടില്ല നമ്മൾ. പിന്നെ ഒരു പുതിയൊരു കാര്യം പറയാനുള്ള വെച്ചാൽ, ഇവിടെ വന്ന് ഡയലോഗ് അടിക്കുന്ന ഇപ്പോഴത്തെ കണ്ടന്റിലൊക്കെ വലിയ എന്തോ സംഭവം എന്ന് അറിയുന്നവർക്ക് ഇപ്പോൾ 2-3 മാസമായിട്ട് മാത്രമായിട്ട് KVനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്ന വ്യൂവേഴ്സിനോടാണ് പറയാനുള്ളത്, നമ്മൾ ഇന്നലെയും തുടങ്ങിയ കളിയല്ല ഇത്. ഇതിനിടയ്ക്ക് പല തവണയും നമ്മൾ തോറ്റിട്ടുണ്ട്. ഇതിനപ്പുറം തോറ്റിട്ടല്ല, നമുക്കൊരു ഡൗൺ ടൈം എന്ന രീതിയിൽ നമ്മളത് തോറ്റിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും നമ്മളത് തളരാണ്ട്, അല്ലെങ്കിൽ നമ്മളത് കംബാക്ക് അടിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലായടാ? ഇതിനും ഇപ്പോഴും പറയുന്നു, ഇന്നലെ നടന്നുള്ള ഈ ഒരു 2-3 ദിവസത്തിൽ എന്തൊക്കെയാണ് നടന്നുള്ളതെങ്കിൽ ആ നടന്നതിനുള്ളെല്ലാം തിരിച്ച് നിങ്ങൾക്ക് തന്നിരിക്കും. അതായത് മെയിനായിട്ട് വാസ്കോ ഞങ്ങൾ ഹോസ്റ്റേജ് ഇരുന്നായിരുന്നു. ആ ഹോസ്റ്റേജ് എടുത്തതിന് പകരം തിരിച്ച് നിങ്ങൾ ഇനി എന്നാണ് സിറ്റി കയറുന്നെങ്കിൽ നോക്കി വെച്ചോ ഗൈസ്. അതിനിപ്പോൾ മേ ബി കണ്ടന്റൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വാശാമാർ സിറ്റി കയറുള്ളായിരിക്കും, എനിക്കറിയില്ല. മേ ബി കണ്ടന്റൊക്കെ ഇറങ്ങട്ടെ, ഇനി അത് അവരുടെ ഇഷ്ടം, അവരെന്നാണ് കയറട്ടെ. വാസ്കോനെ ഹോസ്റ്റേജ് അടിച്ചതിനുള്ളതിന് തിരിച്ച് അതേപോലെ തന്നെ നിങ്ങളെ ഹോസ്റ്റേജ് എടുത്ത് വെക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. അത് സിറ്റുവേഷൻ എങ്ങനെ വരുന്നതെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, എങ്ങനെയാണെങ്കിലും അറിയില്ല. വാസ്കോനെ ഹോസ്റ്റേജ് എടുത്തതിന് അതേ രീതിയിൽ തന്നെ നിങ്ങൾ തിരിച്ച് നിങ്ങളെ പ്ലെയറിനെ നിങ്ങളെ ഹോസ്റ്റേജ് എടുത്തിട്ട് തന്നെ ബാക്കി ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ഉള്ളൂ. അത് നമ്മൾ ഇനി എത്ര തോറ്റാലും വേണ്ടില്ല. കാരണം നമ്മൾ മറ്റേ വാണപ്പട്ടി ഗാങ്ങിനെ പോലെ മറ്റേ ലീഡറിനെ തല്ലിക്കൊന്നാലും അല്ലെങ്കിൽ മറ്റേ ഗാങ്ങിനെ തല്ലിക്കൊന്നാലും ഇതേപോലെ മറ്റേ സേഫ് സോൾ ഓടി കളിക്കില്ല. നമ്മളുള്ള പ്ലേയേഴ്സ് വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത്. നമ്മൾ ഈവൻ നമ്മളെ ആൾക്കാർ കുറവായിരുന്നു ഇനീഷ്യലി, എന്നിട്ടും സ്റ്റിൽ നമ്മൾ കയറി എന്ന് അടിച്ച് സിറ്റുവേഷൻ എടുത്ത് തോൽക്കോ ജയിക്കോ അത് സെക്കൻഡറി തിങ്ങാണ്. അതേ നമ്മളെ ഗാങ്ങിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, അത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിൽ നമ്മളത് ഫെയിലായി, വാറിൽ നമ്മൾ ഫെയിലായി, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളത് വാറ്
ഫെയിലായി, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഒരു ബാഡ് ടൈം കൊണ്ട് നമ്മളത് തോറ്റു, അക്സെപ്റ്റ് ചെയ്തു, അതിൽ ഓക്കെ. പക്ഷേ ഈവൻ പ്രിയവാർ ജയിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ആ വാസ്കോ ഇതാക്കിയുള്ളതിന് തിരിച്ചു വന്നിരിക്കുന്നുള്ളത്. സോ അത് തന്നെ ഇപ്പോഴും പറയുന്ന ആ ഒരു സംഭവത്തിനുള്ളതിൽ വാസ്കോനെ ആ ഹോസ്റ്റേജ് എടുത്തുള്ളതിൽ തിരിച്ച് അതേ രീതിക്ക് തന്നെ തിരിച്ച് ഹോസ്റ്റേജ് എടുത്തേക്കും മക്കളെ. അത് നിങ്ങൾ എത്ര ദിവസം കയറിയിട്ടാലും വേണ്ടിയില്ല, അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നോ. ഇനി ബാക്കി നിങ്ങൾ വാറും പ്രിയവാറൊക്കെ പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം, അത് എടുക്കണോ വേണ്ടോ എന്നല്ല നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് തിരിച്ചു തന്നിരിക്കും. പിന്നെ ഈ കർമ്മ എന്നൊക്കെ പറയുന്നവർക്കുള്ളതൊക്കെ ഇപ്പൊ ഒന്നും പറയുന്നില്ല. എനിക്ക് ഈ ഒരു ആറിൽ കണ്ടിട്ടുള്ള എൻ്റെ ഒരു സൈഡ്, എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും. നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് പണ്ട് തൊട്ടേ അമ്മയടക്കം പറയുന്ന സംഭവമാണ്, നമ്മൾ ആദ്യം അടി പിന്നെ കൊണയടി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് എനിക്ക് ഈ സിറ്റുവേഷൻ കണ്ടതിൽ എനിക്കത് കുറച്ച് ഓവറായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അത് മേ ബി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പ്ലെയറിനെ ഹോസ്റ്റ് എടുത്തുകൊണ്ട് എല്ലാവരും ട്രിഗറിൻ്റെ പുറത്താണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ റീവാറിലാണെങ്കിലും മറ്റേ മീറ്റിംഗ് സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവരും നല്ല ട്രിഗറായിട്ടാണ് നിന്നുള്ളത്. പക്ഷേ അങ്ങനെ നമ്മളെപ്പോഴൊക്കെ അങ്ങനെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ട്രിഗറായിട്ട് എപ്പോഴൊക്കെ നിന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്കത് നമ്മൾ തോറ്റ ചരിത്രമുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് കെയുടെ സൈഡിൽ നിന്നാലും നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ കോണടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ തോറ്റ ചരിത്രമുണ്ട്. സോ അത് മാത്രം കുറച്ച് കൂടിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ അമ്മായി പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം അടിച്ച് ജയിച്ച് കഴിഞ്ഞിട്ട് ഡയലോഗ് അടിച്ചാൽ മതി, അത്ര തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ആദ്യം അടി പിന്നെ കൊണാടി എന്നുള്ളൂ ഇനി ഉണ്ടാവുള്ളൂ. നമ്മുടെ സൈഡിൽ നിന്ന് ഇനി വേറെ ഒരു ഡയലോഗ് അടി അല്ലെങ്കിൽ വേറെ ഒരു ഇതുണ്ടാവില്ല. നമ്മൾ ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയും കാര്യങ്ങളുള്ളൂ. ഇനി അത് മാത്രമേ എനിക്ക് തോന്നിയത്, അത് കുറച്ച് ഡയലോഗ് അടി കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ അത് ആ വാർ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. കാരണം ആ ഒരു സ്റ്റേജിൻ്റെ ഇതിൻ്റെ ദേശത്തിൻ്റെ പുറത്ത് ഒരുപാട് കൂടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഇതും പിന്നെ കുറച്ച് പ്ലേയേഴ്സ് കുറച്ച് സീരിയസ് അല്ലാണ്ടാണ് കളിച്ചത്. എനിക്ക് കളി കണ്ടപ്പോൾ തോന്നിയത് അവർ കുറച്ച് സീരിയസ് അല്ലാണ്ട് ഈസി ആയിട്ട് അങ്ങനത്തെ ഒരു ഇതിലാണ് കളിച്ചില്ല പ്രീവാർ ജയിച്ചതിൻ്റെ കോൺഫറൻസിൽ. അത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും നമ്മളത് സീരിയസ് ആയിട്ട് തന്നെ പ്ലെയേഴ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്യാങ് ഹൗസ് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സൂൺ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ വേറെയും കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സൂൺ നിങ്ങൾ അറിയുന്നുണ്ടാവും, പുതിയ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ഇനാക്ടിവിറ്റി ബേസിലുള്ളതിൻ്റെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാരണം സിറ്റിയിൽ പ്ലേയേഴ്സിന് ഇനാക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൺവേർട്ടിങ് പോരാ മുതൽ എന്ന് പറയുന്നത് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മുത്തേ, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കുറച്ച് പേര് മറ്റേ ഇതേപോലെ ഓരോ കളി തോറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും മേ ബി നിനക്ക് കൺവേർട്ടിങ് പോരാന്ന് പറഞ്ഞില്ല. കൺവേർട്ട് ചെയ്യാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, തോറ്റു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇതിന് പകരം നമ്മൾ സിറ്റി വരുമ്പോൾ അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മുടേത് ഇത്രയും നമ്മുടെ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ തോറ്റു, വാർ തോറ്റു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, സിമ്പിൾ. ഇതിന് പകരം നമ്മൾ അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനുള്ളത് പകരം ചോദിച്ചിരിക്കും. ആ ഹോസ്റ്റേജ് എടുത്തതിനാണെങ്കിൽ നമ്മളത് സിറ്റുവേഷൻ തിരിച്ച് ചോദിച്ചിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൽ. അത് നിങ്ങൾ കൺവേർട്ടിംഗ് ആണ് പറയുമെങ്കിൽ പറഞ്ഞോ, അതാണ് നിങ്ങളുടെ എത്ര ഉള്ള ബുദ്ധികൾ പറഞ്ഞോ. അല്ലാണ്ട് നമുക്കത് ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് ഇതേപോലെ തന്നെ നമ്മൾ നാണം കെട്ട് ഇതേപോലെ ഗ്യാങ് ഹൗസിൽ മൂഞ്ചിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പറയാനുള്ളത്.